ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2. അവസാനമായി 2 നടിമാർ കൂടിയാണ് ബാക്കിയുള്ളത്. ആര് വേണം ആദ്യം? സുമയ്യെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. സുമയുടെ സ്ഥലം എവിടെയാണ്? കറുകപ്പള്ളി. ഓക്കെ, ആക്ഷൻ. ആക്ഷൻ പറഞ്ഞതും ഒരു വലി. ചിന്ന, നിങ്ങളെല്ലാവരും കൂടി എന്നെ വിചാരണ ചെയ്യാണോ? എന്നാൽ നിങ്ങൾ പറഞ്ഞു തരാൻ സത്യമാണ്. എന്നാൽ ചക്രവാണിയുടെ കയ്യിൽ നിന്ന് എന്നാൽ ചക്രവാണി എന്നുള്ളത് ഇനീഷ്യലാണോ? വെറും ചക്രവാണിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത് അവളുടെ കണ്ണീർ. അതിനെന്നെ തുപ്പണ എന്തിനാ? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഓരോ വലിക്കും എനിക്ക് പേടിയാവണം. ചക്രവാണിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത് അവളുടെ കണ്ണീരിൻ്റെ വിലയാണ്. പണം മാത്രമാണ് സത്യം, നീതിയല്ല ജീവിതം. എന്നാൽ അവളുടെ ഈ അവസ്ഥയിൽ അവൾക്ക് വേണ്ടതും ജീവിതമാണ്. അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ തൻ്റെ TV ഷോയിലെ നീതിമേളകൾക്ക്? അത് കറക്റ്റായിട്ട് അറിയാം അല്ലേ? കോടതി മുറിയിൽ അവളെ പിച്ച് ചീന്തി കീറിയ പോസ്റ്റ്മോർട്ടം നടത്തി. പിച്ച് ചീന്തി കീറുകയും ചെയ്ത് പിച്ച് ചീന്തിയ പോസ്റ്റ്മോർട്ടം നടത്തിയ ചക്രവാണിയുടെ വക്കീലിന് എന്തോ പറ്റി? ഒന്നിന് പോയാ ചക്രവാണിയുടെ വക്കീലിന് കൊടുക്കാൻ പറ്റുമോ ജീവിതം? പറ്റില്ല. സൂപ്പർ കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാറിയെന്ന് കരഞ്ഞോ കേട്ടോ. അവസാനത്തെ അഭിനേതാവും കൂടി നമ്മുടെ മുന്നിലേക്ക് എത്താണ്. എന്തായിരുന്നു സുമയ്യ പേര്? ഇർഫാനെ സ്വാഗതം ചെയ്യാം. ഇർഫാന വന്നു കഴിഞ്ഞു. ഇർഫാന ഡയലോഗ് പറയുന്ന കൂട്ടുകാരികൾ പറഞ്ഞപ്പോൾ ഞാനാ എന്നും പറഞ്ഞ് ഞെട്ടി ഇരുന്ന വ്യക്തിയാണ്. ആക്ഷൻ. ചിന്ന, നിങ്ങളെല്ലാരും കൂടെ എനിക്കിഷ്ടം. ചിന്ന, നിങ്ങളെല്ലാരും കൂടെ എന്നെ വിചാരണ ചെയ്യണം. പക്ഷേ നിങ്ങൾ കേട്ടതൊക്കെ സത്യമാണ്. അതുകൊണ്ട് വിചാരണ ചെയ്താലും കുഴപ്പമില്ല. ചക്രവാണിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയത് അവളുടെ കണ്ണീരിൻ്റെ വില. അത് പറയുമ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത്. പണം മാത്രമല്ല സത്യം, പിന്നെന്താ? നീതിയല്ല ജീവിതം. എന്നാൽ അവൾക്കിപ്പോൾ വേണ്ടതും ജീവിതമാണ്. അവള് പറഞ്ഞായിരുന്നല്ലേ? ഒരു ഫോണിൽ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. അത് TV ഫ്ലോറിലെ നീതിമേളകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? കോടതി മുറിയിൽ പിച്ചി ചീന്തി പോസ്റ്റ്മോർട്ടം ചെയ്ത അവളുടെ ചക്രവാണിയുടെ വക്കീലിന് കൊടുക്കാൻ പറ്റുമോ അവളുടെ ജീവിതം? ഇൻഷാ അല്ലാഹ് എല്ലാം നല്ല നിലക്ക് നടന്നു കിട്ടട്ടെ. കൊള്ളാം. അങ്ങനെ മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2 KMEA കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ നിന്നുമുള്ള കിടിലൻ അഭിനേതാക്കളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ നിന്നും ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ അതായത് എൻ്റർടൈനർ, നമ്മളിവിടെ വന്ന് ചിരിപ്പിച്ച് രസിപ്പിച്ച എൻ്റർടൈനറെ തിരഞ്ഞെടുക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ആരെന്ന് പറയട്ടെ? പറയാം അല്ലേ? ഒരേ ഒരു രാജാവ്, കിങ് ഓഫ് കൊച്ചി എന്നറിയപ്പെടുന്ന ഫറാസ് വരണില്ലേ? അപ്പം വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? നല്ല സന്തോഷം തോന്നുന്നു. തെറ്റിച്ചതിനാണ് പ്രൈസ്. ഇഷ്ടപ്പെട്ടില്ലേ? നല്ല പരിപാടിയല്ലേ? അപ്പം മൈജി തരുന്ന ഒരു കിടിലൻ സമ്മാനമുണ്ട്. കൈയടിയോടുകൂടി നമുക്ക് മൈജി കൊടുക്കുന്ന സമ്മാനം കൈമാറാം. അതോടുകൂടി മൈജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2 KMEA കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ നിന്നുമുള്ള ഈ കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അഭിനേതാക്കളും പഞ്ച് ഡയലോഗ്സുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ.